വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെയൊക്കെ സ്പീഡിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുകും ഒരു നുള്ളു ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾ ഉള്ളി മാത്രമാണ് കേട്ടോ. നമ്മളിന്ന് ഉള്ളി മാത്രം ഉപയോഗിച്ചിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞു സവാള ആയതുകൊണ്ട് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാളയുടെ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള അളവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ആവാതെ ശ്രദ്ധിക്കേട്ടോ. പിന്നെ ആ ഒരു മഞ്ഞളിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ മാത്രം നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന്, അതായത് നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു കളറും നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണക്ക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, കാരണം നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ ഒരു പൊടികൾ തന്നെയാണ് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കൊന്ന് ഒന്ന് കുറുകി നന്നായിട്ടൊന്ന് സെറ്റായി വരും. അപ്പോൾ ആ ഒരു അളവിൽ മാത്രമായിട്ട് വെള്ളം ഒന്ന് ചേർക്കാം. ഇനി നിങ്ങൾക്കൊരു മസാലയുടെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നാണെങ്കിൽ ഒരല്പം ഗരം മസാല പൗഡർ കൂടി ഇതിലേക്ക് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.